സ്റ്റെതസ്കോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ ആണ്, ലോക ഹൃദയ ദിനം. ഹൃദയത്തിനുണ്ടാകുന്ന ചെറിയ മിടിപ്പിനെ പോലും വളരെ ഗൗരവത്തോടെ കാണുന്ന ആളുകളാണ് നമ്മൾ. കൂടാതെ കാർഡിയാക് അറസ്റ്റ്, വാൽവുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പമ്പിംഗ് മൂലമുണ്ടാകുന്ന കുഴപ്പങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഹൃദയത്തെ സംബന്ധിച്ച് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഹൃദയത്തിന് വരുന്ന ഇത്തരം എല്ലാ അസുഖങ്ങൾക്കും നൂതന ചികിത്സകൾ ഇന്ന് കേരളത്തിൽ തന്നെ ലഭ്യമാണ്. അത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് സ്റ്റെതസ്കോപ്പ് ഈ ലക്കം. കോട്ടക്കൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ സ്വാഗതം. ഹൃദയത്തിൻ്റെ നൂതന ചികിത്സകളെക്കുറിച്ച് പറയാൻ ആസ്റ്റർ മിംസ് കോട്ടക്കലിൻ്റെ കാത്ത് ലാബിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ടീം ഓഫ് ഡോക്ടേഴ്സ് തന്നെ ഉണ്ട്. ഡോക്ടർ തഹസിൻ നെടുവഞ്ചേരിയാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളെ പരിചയപ്പെടുത്തും. വെൽക്കം ഡോക്ടർ. താങ്ക് യു. നമ്മൾ സാധാരണ എല്ലാ വർഷവും നമ്മൾ ഈ ഒരു വേൾഡ് ഹാർട്ട് ഡേനോടനുബന്ധിച്ച് ആൾക്കാർക്ക് അവെയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ വീഡിയോസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചെന്ന് വെച്ചാൽ നമ്മളൊരു പെട്ടെന്നൊരു അസുഖം വരുന്ന സമയത്താണ് ഇതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വിദേശത്തേക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യർ നമ്മളെ കേരളത്തിലുണ്ട്. ഇനി അതിന് പോകേണ്ട ആവശ്യമില്ല. അവർക്കുള്ള ഒരു അറിവും കൂടെയാണ് ഈ എപ്പിസോഡ്. അതെ, അതിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക്കലി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് പോകുന്നു, നമ്മൾ അവിടെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, എന്നിട്ട് നമ്മളെ നാട്ടിൽ പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ കിട്ടുന്ന പോലത്തെ നിലവാരമുള്ള ചികിത്സകൾ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ എന്താണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ്, എന്തൊക്കെയാണ് സൗകര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചൊരു എല്ലാം കൂടി നമുക്ക് പറയാൻ നേരമില്ലെങ്കിലും ഒരു 3-4 കാര്യങ്ങൾ നമ്മളിതിൽ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഹാർട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ ടീമിനെ പരിചയപ്പെടുത്തും. ഇത് ഡോക്ടർ സുഹൈൽ മുഹമ്മദ്, ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്; ഡോക്ടർ മുഹമ്മദ് മുസ്തഫ, ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്; ഗഗൻ വേലായുധൻ, ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്; ഡോക്ടർ ഇല്യാസ് മുഹമ്മദ്, ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്; ഡോക്ടർ മണികണ്ഠൻ, ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്; ആൻഡ് ഡോക്ടർ രാഹുൽ, ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മിക്സ് ഓഫ് ഡോക്ടേഴ്സാണ്. ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് കുറേ പേരുണ്ട്, രാഹുലും കൂടി വരുന്നതോട് കൂടിയിട്ട് ഇൻ്റർവെൻഷണൽ റേഡിയോളജി, വാസ്കുലർ സ്പെഷ്യാലിറ്റി, അങ്ങനെ വാസ്കുലർ അല്ലാത്ത കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളോട് ചെയ്യുന്നുണ്ട്. ഒരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹാർട്ടിൻ്റെ നമ്മൾ എന്തായാലും ഇപ്പോൾ ചർച്ച ചെയ്യും. അതല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫൈബ്രോയിഡ് എംബലൈസേഷൻ ചെയ്യുന്നത് നമ്മളാണ്, പ്രോസ്റ്റേറ്റ് എംബലൈസേഷൻ ചെയ്യുന്നത് നമ്മളാണ്, അതുപോലെ വെരിക്കോസ് വെയിൻ്റെ വിനാസിൽ ചെയ്യുന്നതും ഹയസ്റ്റ് ചെയ്യുന്നത് നമ്മളാണ്. അതേപോലെ തൈറോയിഡിൻ്റെ അബ്ലേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് സർജറി ഒന്നും വേണ്ട ഇങ്ങനത്തെ സാധനങ്ങൾക്ക്. അതുപോലെ തടി കുറക്കാനുള്ളത്, ഷോൾഡർ ജോയിൻറ്റിൻ്റെ, മുട്ടിൻ്റെ ജോയിൻറ്റിൻ്റെ, കാലിൻ്റെ പാദത്തിലുള്ള വേദനകൾക്ക്, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് സർജറി ഇല്ലാത്ത ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ടീമാണ്. അത് അങ്ങനെ സാധിക്കുള്ളൂ. ഒരാളെ കൊണ്ട് ഒരിക്കലും ഇതെത്തിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ടീമിനെ വലുതാക്കി കൊണ്ടുവരിക, ടീമിലുള്ള ആളുകളുടെ കപ്പാസിറ്റി കൂട്ടുക, അവരുടെ നമ്പർ കൂട്ടുക, ഇങ്ങനെയാണല്ലോ നമ്മൾ ഒരു ഇത് ബിൽഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളിത് കൊണ്ടുവരാം. നമുക്ക് ഇനി ഒരുപാട് അസുഖത്തിൻ്റെ പുതിയ ചികിത്സ അതിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 കാര്യങ്ങൾ ഞാനിന്ന് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം അത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഹോസ്പിറ്റലല്ലേ കേസുകൾ നടക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് കേസുണ്ട്, അപ്പം അവർ കേസിന് പോയിക്കോട്ടെ, ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കാർഡിയോളജിയിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഹാർട്ടിൻ്റെ വാൽവ് സർജറി ഇല്ലാണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ നെഞ്ഞു തുറന്ന് ഉള്ള സർജറി. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആശ്വാസമാണ്. ഇങ്ങനെ സംഭവം കിട്ടി എന്ന് പറയുന്ന ഒരു ആശ്വാസമാണ്. കാരണം വെച്ചാൽ വാൽവ് ഇപ്പോൾ ഓൾറെഡി കേടുള്ള കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഡോക്ടേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും വാൽവ് കേടുണ്ട്, ഒരു അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ മാറ്റണം എന്നൊക്കെ. അപ്പോൾ അവർ ആ അടുത്ത കൊല്ലത്തെ സർജറി ആലോചിച്ച് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ അതാണ് ഒരു സംഭവം. പിന്നെ രണ്ടാമത്തത്, പലപ്പോഴും ബൈപ്പാസ് ഓപ്പറേഷൻ നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ടി വരും പല ഹോസ്പിറ്റലിൽ നിന്നും. അപ്പോൾ ചില പേഷ്യൻസ് അതിന് തയ്യാറാവില്ല. അപ്പോൾ അങ്ങനത്തെ രോഗികൾ, അതായത് ബൈപ്പാസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത എന്നാൽ ഡോക്ടർമാർ ബൈപ്പാസ് വേണം എന്ന് പറഞ്ഞ രോഗികൾക്ക് ബൈപ്പാസ് ഇല്ലാണ്ട് എങ്ങനെ ആ ബ്ലോക്ക് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് സുഹൈൽ ഡോക്ടർ പറഞ്ഞു. പിന്നെ നമ്മൾ ചില സമയത്ത് നമ്മുടെ മിടിപ്പ് തെറ്റിലൊക്കെ വരുമല്ലോ, അപ്പോൾ ഹൃദയത്തിൻ്റെ, അതായത് ചില സമയത്ത് മിടിപ്പ് വളരെ കുറഞ്ഞു പോകും. അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ പേസ് മേക്കറുകൾ വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് പേസ് മേക്കർ, ഏറ്റവും കുറഞ്ഞൊരു ക്യാപ്സ്യൂൾ സൈസുള്ള പേസ് മേക്കേഴ്സ് നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ അതും മുറിവില്ലാണ്ട് വെക്കാൻ പറ്റും.
അപ്പോൾ അതാണ് ഡോക്ടർ ഗഗൻ പറയാം. പിന്നെ ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞ ആൾക്കാർ, അതേപോലെ ഹാർട്ട് ഇടയ്ക്കിടയ്ക്ക് താളം തെറ്റിയിട്ട് പെട്ടെന്ന് ഹാർട്ട് സ്റ്റക്കായി മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് നിന്നു സഡൻ ഡെത്ത് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ആളുകൾക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻറ്റിനെ കുറിച്ചാണ് CRTD എന്ന് പറയും. അതിനെക്കുറിച്ചാണ് ഡോക്ടർ മുഹമ്മദ് മുസ്തഫ സംസാരിക്കുന്നത്. എക്സാക്ട്ലി കാണിക്കാം, അപ്പോഴെന്നാലേ മനസ്സിലാവുള്ളൂ. മറ്റേത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കാണുന്നതും സംസാരിക്കുന്നതും ഭയങ്കര വ്യത്യാസം. അത് വാൽവിൻ്റെ നോക്കാം. ഇതിൽ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാൽവാണ് അയോട്ടിക് വാൽവ് എന്ന് പറയും. അതായത് ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊണ്ടുപോകണ ഈ വാൽവിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുക. അപ്പോൾ ഹാർട്ട് അടിക്കുമ്പോൾ വാൽവ് തുറക്കും, പിന്നെ ഹാർട്ട് അടി നിൽക്കുമ്പോൾ ഇത് അടയും, അല്ലെങ്കിൽ ആ പോയതുപോലെ ഇങ്ങോട്ട് തന്നെ പോരും, അത് വരാണ്ടിരിക്കാൻ തടയും. അപ്പോൾ ഈ വാൽവ് ഉപയോഗിച്ച് അവസാനം വാൽവ് കുറച്ച് കഴിയുമ്പോൾ ചുരുങ്ങി വരുമ്പോൾ ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് രക്തം പുറത്തേക്ക് പോകാൻ ഭയങ്കര തടസ്സമാകുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ ഹാർട്ട് കൂടുതൽ പ്രഷറോട് കൂടിയിട്ട് പമ്പ് ചെയ്യണം, എന്നാലേ ഈ വാൽവിന് അപ്പുറത്തേക്ക് ബ്ലഡിന് എത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ രോഗികൾക്ക് നടക്കുമ്പോൾ കിതപ്പുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ കിടക്കുമ്പോൾ ശ്വാസം മുട്ടി എഴുന്നേക്കേണ്ടി വരും, സ്പീഡിൽ നടക്കുമ്പോൾ നെഞ്ഞുവേദന ഉണ്ടാവും, അതേപോലെ പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ തലകറക്കുണ്ടാവും. ചില ആൾക്കാർക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ കാലുമ്മ നീരും വയറുമ്മ നീരും ഒക്കെ ഈ വാൽവിൻ്റെ അസുഖത്തിൻ്റെ ലേറ്റർ സ്റ്റേജിൽ വരും. അപ്പോൾ ഇത് സാധാരണ ആളുകൾക്ക് എല്ലാവരും കിതപ്പുണ്ടെന്ന് പറയുമല്ലോ, ആ കിതപ്പ് ഇതിൻ്റെ ഒരു തുടക്കമായിട്ടാണോ? ആവാം, അങ്ങനെ ചില കിതപ്പ് പല അസുഖങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ ഒന്ന് വാൽവിൻ്റെ അസുഖം കൊണ്ട് വരാം, വാൽവിൻ്റെ അല്ലാത്ത അസുഖങ്ങൾ കൊണ്ടും കിതപ്പ് വരാം. വാൽവിൻ്റെ അസുഖത്തിന് കിതപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്കോ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതാണോ വാൽവിൻ്റെ ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ എക്കോ ചെയ്യുമ്പോൾ ഈ വാൽവ് അടഞ്ഞിട്ടാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഈ വാൽവിൻ്റെ പ്രശ്നം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുഴപ്പം. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ, ആദ്യത്തെ സ്റ്റേജിൽ തന്നെ വേണം നമ്മൾ ഈ ചെയ്യാൻ. വാൽവ് കുറേ കാലം കേടായി നിന്നാൽ എന്ത് സംഭവിക്കും വെച്ചാൽ ഈ വാൽവിൻ്റെ കേട് കാരണം ഹാർട്ട് വലുതായി ഹാർട്ട് കേടാവും. പിന്നെ വാൽവ് മാറ്റി മാത്രം പോരാ, ഹാർട്ട് മൊത്തം മാറ്റേണ്ടി വരും. കറക്റ്റ് സമയത്ത്, അത് വളരെ നേരത്തെ അല്ല, ഒരു ടൈമുണ്ട്. അതായത് ഒരു വാൽവിൻ്റെ അസുഖം കൂടിക്കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും സിവിയർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് പേഷ്യൻറ്റിന് ബുദ്ധിമുട്ട് കണ്ടു തുടങ്ങിയാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ ഹാർട്ട് മൊത്തം കേടുവരും. അപ്പോൾ ഈ സമയത്താണ് ഡോക്ടേഴ്സ് സർജറി വേണമെന്ന് പറയും. സർജറി വേണമെന്ന് പറയുമ്പോൾ സാധാരണ സർജറി എന്ന് പറഞ്ഞാൽ നെഞ്ഞ് തുറന്ന് ഹാർട്ട് തുറന്ന് ഉള്ള വാൽവ് മാറ്റിയിട്ട് ഈ പുതിയ വാൽവ് സ്വിച്ചർ ചെയ്ത് വെച്ച് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ അടച്ച് പേഷ്യൻ്റ് വെൻറ്റിലേറ്ററിലൊക്കെ പോയി ICUലൊക്കെ പോയി ഒരാഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മാസം റെസ്റ്റൊക്കെ എടുത്ത് 2-3 മാസം കൊണ്ടാണ് ഒന്ന് റിക്കവറായി വരിക. ഇത്രയും സമയം ഒരു വാൽവ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞൊരു പേഷ്യൻറ്റിന് എടുക്കും. മേജർ പ്രൊസീജിയറാണ്, റിസ്ക് ഒക്കെ ഉള്ള ഒരു മേജർ പ്രൊസീജിയറാണ്. എന്നാൽ ഇതിന് റിസ്ക് കുറവുള്ള അനസ്തീഷ്യ ഇല്ലാണ്ട് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന പോലെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തീർത്ത് ഒരു ദിവസം 2 ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് പിറ്റേ ദിവസം വീട്ടിൽ പോയി നടന്ന് അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരാഴ്ച കൊണ്ട് ഫുൾ പഴയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ പേഷ്യൻറ്റിനെ നേരാക്കി എടുക്കാൻ പറ്റുന്ന ടെക്നോളജിയാണ് ഈ ടാവി എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് ടാവി. ബേസിക്കലി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ കാലിൻ്റെ ഉള്ളിലൂടെ ഒരു ട്യൂബ് കടത്തിയിട്ട് ആ ട്യൂബിൻ്റെ ഉള്ളിലൂടെ ഒരു വാൽവ് ബലൂൺമ അമർത്തി വെച്ച വാൽവുണ്ട്. ഈ വാൽവ് കൊണ്ടുപോയിട്ട് ഈ ഒറിജിനൽ വാൽവിൻ്റെ ഉള്ളിൽ വെക്കുന്നു, എന്നിട്ട് അവിടെ വികസിപ്പിക്കുന്നു. ഞാൻ കാണിക്കാം. ഇതാണ് വാൽവ്. ഇത് ഒരു ബലൂൺമ വെച്ചിട്ടുള്ള വാൽവ് കാണുന്നുണ്ടോ? ഈ കാണുന്നത് വാൽവാണ്, മനസ്സിലായത്? ഇതൊരു വയറ് ഇവിടെ കടത്തിയിട്ടുണ്ട്. കാലിൻ്റെ രക്തക്കൊള്ളിൻ്റെ ഉള്ളിലൂടെയാണ് വയറ്. ഇത് ഹാർട്ട് വരെ ഉണ്ട്. ഈ വയറുമ്മ കൂടിയാണ് ഈ വാൽവ്, കണ്ടില്ലേ? വാൽവ് മേലേക്ക് പോകണുണ്ടല്ലേ? ഇതിപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ അവിടെ വാൽവ് എത്തിച്ചു, തള്ളിയിട്ട്, മനസ്സിലായില്ലേ? എന്നിട്ട് ആ വാൽവ് അവിടെ വികസിപ്പിക്കുകയാണ്. കറക്റ്റ് പൊസിഷൻ അല്ലേ നോക്കി ഈ ബലൂൺ വെച്ചിട്ട് ഈ വാൽവ് വികസിപ്പിച്ച് ഫുൾ വികസിപ്പിക്കുമ്പോൾ അപ്പോൾ ആ ബലൂൺ ഫുള്ളാക്കുന്നതോട് കൂടിയിട്ട് ഈ വാൽവ് അവിടെ ആ പൊസിഷനിൽ കണ്ടില്ലേ വികസിപ്പിച്ചു. ഈ വാൽവ് മെറ്റൽ ആണ് അതിൻ്റെ ചുറ്റും. ഈ മെറ്റൽ വെച്ചിട്ട് ആ സൈഡിൽ പിടിച്ച് നിൽക്കും, പുറത്തേക്ക് തള്ളി വലുതാക്കി. ഇനി ഈ മെറ്റൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളെങ്കിലും ഈ മെറ്റലിൻ്റെ ഉള്ളിൽ ഒരു വാൽവുകളുണ്ട്. അത് നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. ആ വാൽവ് പ്രോപ്പർ വർക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, മനസ്സിലായില്ലേ? ഇതിപ്പോൾ വാൽവാണ്. ഈ സാധനമാണ് വാൽവ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇത്രയും പറഞ്ഞ പ്രൊസീജിയർ, അതായത് നേരത്തെ ഈ പറഞ്ഞ പ്രയാസങ്ങളൊന്നുമില്ലാണ്ട് ഒരു 3/4 മണിക്കൂർ കൊണ്ട് പ്രൊസീജിയർ കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ ICU അതെ. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ടെക്നിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ചെയ്യുന്നില്ല, ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ. അതുപോലെ അതിന് ചെയ്യുന്നതിന് മുമ്പ് അത് സ്യൂട്ടബിൾ ആണോ നോക്കാനുള്ള CT എടുക്കണം. അതാണ് അവിടെ നമ്മൾ CT ഒക്കെ വെച്ചിരിക്കുന്നത്. CT എടുത്ത് പ്ലാനിങ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പ്രൊസീജിയറിന് പേഷ്യൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഹോസ്പിറ്റൽ സ്റ്റേജ് 1 ദിവസമോ 2 ദിവസമോ മാക്സിമം റൂമിൽ കിടന്നാൽ മതി. ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ വിടാൻ പറ്റും. ഒരാഴ്ച കൊണ്ട് തന്നെ നോർമൽ ലൈഫിൽ അവർക്ക് വണ്ടി ഓടിക്കാം, കാര്യങ്ങൾ ചെയ്യാം, അവരുടെ പ്രാർത്ഥനകൾ എല്ലാ കാര്യങ്ങളും നോർമലി ചെയ്യാം. മറ്റു കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റൽ ചെലവുകൾ നോക്കുമ്പോൾ ആക്ച്വലി ഇത് ആക്ച്വലി സർജിക്കൽ പ്രൊസീജിയറിനേക്കാളും എക്സ്പെൻസീവ് ആണ്. കാരണം ഈ വാൽവ് പലതും
ഭയങ്കര എക്സ്പെൻസീവാണ്. വാൽവ് ആസച്ച് കോസ്റ്റ് അറ്റ് പ്രസൻറ്റ് കൂടുതലാണ്, പക്ഷേ പണ്ടുണ്ടായിരുന്ന കോസ്റ്റിനേക്കാളും ഇപ്പോൾ പകുതിയായിട്ടുണ്ട്. എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇനി സമയം ചെല്ലുന്തോറും വാൽവിൻ്റെ കോസ്റ്റ് ഇനിയും കുറഞ്ഞു വരും. ഇന്ത്യൻ വാൽവുകളൊക്കെ വന്നു തുടങ്ങി. അത് കോസ്റ്റ് അത് കാരണം അമേരിക്കൻ വാൽവ് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്ന സമയത്താണ് ഇന്ത്യൻ വാൽവുകൾ വന്നത്. അപ്പോൾ അവർ പ്രൈസ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇനി കുറച്ച് ഇപ്പോൾ അമേരിക്കക്കാർ കുറച്ച് തുടങ്ങിയിട്ടില്ല, പക്ഷേ അവരും കുറയ്ക്കേണ്ടി വരും. കാരണം ഇവർ ഈ കോമ്പറ്റീഷൻ കൊടുക്കുമ്പോൾ അവർ കുറയ്ക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ അതായത് പേഷ്യൻറ്റിൻ്റെ ഹോസ്പിറ്റൽ സ്റ്റേ, ഈ പ്രയാസങ്ങൾ, 3 മാസത്തെ ജോലിയുടെ പോക്ക്, ഇതൊക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ ഇത് കോസ്റ്റ് ഇഫക്റ്റീവാണ്. അപ്പോൾ ഈ വാൽവുകളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ചികിത്സ എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നമുക്ക് പുതിയ ചികിത്സകൾ കാണാനുണ്ട്. നമ്മളിപ്പോൾ വാൽവുകൾക്കുള്ള ട്രീറ്റ്മെൻറ്റാണ്, നൂതന ചികിത്സയാണ് കണ്ടത്. അത് കൂടാതെ പൊതുവായി നമ്മൾ കേൾക്കുന്നതാണ് ഹാർട്ടിലുണ്ടാകുന്ന ബ്ലോക്കുകൾ. അത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടാവാം, മൈനർ ബ്ലോക്കുകൾ ഉണ്ടാവാം. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ബ്ലോക്കുകൾക്ക് ഒരുപക്ഷെ ബൈപ്പാസ് അഡ്വൈസ് ചെയ്യാം. അത് അങ്ങനെ ഉണ്ടാകുന്ന ബൈപ്പാസ് അഡ്വൈസ് ചെയ്യുന്ന പേഷ്യൻസിനെ പുതിയ ചികിത്സ വേറെ ഏത് രീതിയിൽ ലഭ്യമാകുമെന്നാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. ഡോക്ടർ സുഹൈൽ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തും. ഒരുപാട് പേഷ്യൻസ് ഇത് നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലക്സ് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ഫസ്റ്റ് ചോയ്സ് ബൈപ്പാസ്സാണ് പറയുക. ഇപ്പോൾ ചില പേഷ്യൻസ് ബൈപ്പാസ് പേടിയല്ല, തുറന്ന സർജറിയാണ്, ഓപ്പറേഷൻ അനസ്തീഷ്യയാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറേ ദിവസങ്ങൾ അതിൻ്റെ പിന്നെ ഇൻഫെക്ഷൻ വരാം, അതിൻ്റെ കുറേ പേടിച്ചിട്ട് ബൈപ്പാസ് പേടിക്കും. പിന്നെ അവരെന്ത് ചെയ്യും, എല്ലാവരും ബൈപ്പാസ് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവരെന്ത് ചെയ്യും, അശാസ്ത്രീയമായ വേറെ കുറേ ചികിത്സയിലോട്ട് പോയി അവസാനം എന്ത് ചെയ്യും, ഹാർട്ട് വീക്കായി, പമ്പിങ് കുറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഡെത്താവും, അല്ലെങ്കിൽ നമ്മൾക്ക് പലപ്പോഴും അഡ്മിഷനായിട്ട് വരും. അങ്ങനെ ഏത് കാരണം കൊണ്ടാണോ ആ ബൈപ്പാസ് പറഞ്ഞത്, അത്തരം ബ്ലോക്കുകളെ ഇങ്ങനത്തെ പേഷ്യൻസ്, ബൈപ്പാസിൽ സമ്മതമില്ലാത്ത പേഷ്യൻസിനെ ആ ബ്ലോക്കുകൾ നമ്മൾ നൂതന ഒരു അഡ്വാൻസ്ഡ് ആൻജിയോപ്ലാസ്റ്റി വഴി മാറ്റുക എന്നുള്ളതാണ് ഈ ടെക്നിക്ക്. അഡ്വാൻസ്ഡ് ആൻജിയോപ്ലാസ്റ്റി എന്നാണ് അഡ്വാൻസ്ഡ് ആൻജിയോപ്ലാസ്റ്റിയാണ്. അത് പ്രത്യേകമായിട്ട് 4 തരം. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി പറയുമ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ആൻജിയോപ്ലാസ്റ്റി തന്നെയാണ് ശരിക്കും, ഓപ്പറേഷൻ ഇല്ലാത്ത പ്രൊസീജിയറാണ്. പക്ഷേ അതിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. പ്രധാനമായിട്ടും 4 തരം ബ്ലോക്കുകളാണ് ബൈപ്പാസ് വേണ്ടി പറയുക. ഒന്നിൽ CT എന്ന് പറയുക, ക്രോണിക് ഓപ്പറേഷൻ. സാധാരണ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റാക്ക് വന്നാൽ ഹാർട്ട് മൊത്തം അടയും. അത് ശരിക്കും സോഫ്റ്റ് ആയ സാധനം. അപ്പം സാധാരണ പേഷ്യൻ്റ് പറയുന്നത് നമ്മൾ സിമെൻറ്റ് ഇട്ട് പോലെ എന്ന് പറയും. ഒരു സിമെൻറ്റ് ഇട്ട് അന്ന് പൊടിക്കാൻ സുഖം, അല്ലെ വെറലോണ്ടിനെ പൊടിച്ചു. പക്ഷേ അത് ഓരോ ദിവസം കഴിയുമ്പോൾ ഉറച്ച് കയറും. ചില ബ്ലോക്കുകൾ അത് അടഞ്ഞ് നമ്മൾ അറിയാതെ പോയി, അത് വർഷങ്ങളായി, ചിലപ്പം കുറേ കഴിഞ്ഞിട്ട് നമ്മൾ അറിയാം അങ്ങനത്തെ ബ്ലോക്കുകൾ. അത് പക്ഷേ അത്രയും ഹാർഡായിരിക്കും, കാൽഷ്യം മറ്റും അടഞ്ഞാൽ അത് സാധാരണ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് തുറക്കാൻ കഴിയില്ല. അത്തരം ബ്ലോക്കുകൾ പലപ്പോഴും ബൈപ്പാസ്സാണ് പറയും. അപ്പോൾ അത്തരം ബ്ലോക്കുകൾ തുറക്കാനുള്ള CTO ആൻജിയോപ്ലാസ്റ്റികളുണ്ട്. അതന്നെ ഹൈ റിസ്ക് പേഷ്യൻസിന് ചിപ്പ് CTO എന്ന് പറയും. അത്രയും ആൻജിയോപ്ലാസ്റ്റികൾ അതാണ് ഒരു മെത്തഡായിട്ട് ചെയ്യുന്നത്. അത് ആദ്യം കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ഹാർട്ടിൻ്റെ വലതുവശത്ത് രക്തക്കോയിലാണ്. അത് സ്റ്റാർട്ടിങ് കഴിഞ്ഞ് ഈ ഭാഗത്ത് 100% അടഞ്ഞെടുക്കുക. ഈ രക്തക്കോയിൽ ശരിക്കും ഇങ്ങനെ വന്ന് ഇങ്ങനെ താഴോട്ട് പോയി 2ആയിട്ട് മാറുക ചെയ്യുക. ഈ രക്തക്കോയിലാണ് ഹാർട്ടിൻ്റെ മിടിപ്പിനെല്ലാം പ്രധാന രക്തക്കോയിൽ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് രക്തക്കോട്ട ഒന്നും കാണുന്നില്ല, രക്തക്കോയിലെ കാണുന്നില്ല. ഇത് 5 വർഷം പഴക്കമുള്ള ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് സാധാരണ ആൻജിയോപ്ലാസ്റ്റി തുറക്കാൻ കഴിയില്ല. ഇതിന് നമ്മൾ നൂതനമായ വയറുകളുണ്ട്, സ്പെഷ്യലായിട്ടുള്ള വയറുകൾ ബലൂണുകൾക്ക് ഉപയോഗിച്ച് തുറന്നിട്ട് നമ്മൾ എത്തുക. എന്നിട്ട് അതിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഡ്രില്ല് ചെയ്ത് പോവുക ചെയ്യുക. സാധാരണ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ആൻജിയോപ്ലാസ്റ്റി, എമർജൻസി ആൻജിയോപ്ലാസ്റ്റി 15 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് CTO ആൻജിയോപ്ലാസ്റ്റിക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ എടുക്കണം. അത് അതിൻ്റേതായ ഡെഡിക്കേഷൻ വരണം. പലപ്പോഴും നമ്മൾ ടീമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ രാത്രി അത് ചെയ്യാറ്, വലിയ ഒരുമിച്ച് ചെയ്യും. അത് സപ്പോർട്ടീവായിട്ടെല്ലാം വെച്ച് പേഷ്യൻറ്റ് സ്റ്റേബിൾ ആയിക്കൊണ്ടാണ് ചെയ്യുക. അതിന് കുറേ മെത്തേഡുകളാണ്. ഈ ലാർജ് സ്പേസിൽ ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണോ അത്രയും നല്ല ഹാർഡായി കിടക്കാൻ, ബ്ലോക്ക് അറിയാതെ കിടന്ന് അത് അത്ര ഹാർഡാണ്. മൊത്തം അത്ര കാൽഷ്യം പോലെ ബ്ലോക്കാണ്. അത് തുറന്ന് ഉണ്ടാക്കാൻ അത് സമയമെടുത്തതാണ് നമ്മൾ തുറന്ന് ഇത് നമ്മൾ ചെയ്തതിന് ശേഷം ഇതാണ്. രക്തക്കോയിലുണ്ട്, നമ്മൾ നേരത്തെ ഒന്നും കാണാണ്ടായിരുന്നില്ല, നമ്മൾ ഇത്രേ കാണുന്നുള്ളൂ. ഇപ്പോൾ അത് ഫുള്ള് തുറന്ന് ഇത്രയും ഭാഗത്തെ രക്തക്കോയിലാണ് ആൾക്ക് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കണം. അപ്പോൾ ഇത്രയും ഭാഗത്തെ മസിലുകൾ ശരിക്കും ബ്ലഡ് സപ്ലൈ കുറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കീർണമായിട്ട് കിടക്കുകയായിരുന്നു. അത് നമ്മളിപ്പോൾ ശരിക്കും ബൈപ്പാസ് ഇല്ലാത്തതിനെ പുറന്ന് ഫുൾ നോർമലായി മാറ്റി. ഇതാണ് ഒരു CTO ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. ഇതാണ് ഒരു ടൈപ്പ് ഉള്ളത്. അപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റിക്ക് നമ്മൾ സാധാരണ ആൻജിയോപ്ലാസ്റ്റിനെക്കാട്ടിലും 4-5 ഇരട്ടി സമയമെടുക്കും. അതിന് 4-5 ആൻജിയോപ്ലാസ്റ്റിയുടെ വയറുകൾ ബലൂണുകളൊക്കെ ഉപയോഗിക്കണം. ടീമായിട്ട് ഒരു ടീം ആയിക്കൊണ്ട് ഇത്രയും ആൻജിയോപ്ലാസ്റ്റികൾ നമുക്ക് സക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒന്ന്. രണ്ടാമത്തെ വിഭാഗം ബൈപ്പാസ് പറയുന്നത് കാൽഷ്യം ബ്ലോക്കുകളാണ്. സാധാരണ കൊളസ്ട്രോൾ ബ്ലോക്കുകൾ നമ്മൾ കേൾക്കാറ്. കാൽഷ്യം ബ്ലോക്കുകളുണ്ടാവും, അത്ര ഹാർഡായിട്ടുള്ള മൊത്തത്തിൽ അത് ഫുൾ അടയാത്ത കാൽഷ്യം ബ്ലോക്കുകൾ. അത് സാധാരണ ബലൂൺ കൊണ്ട് പൊടിക്കാൻ കഴിയില്ല. കാരണം ബലൂൺ വികസിപ്പിക്കുന്ന ബലൂൺ പൊട്ടിക്കൊണ്ട് അത് നിൽക്കും. അപ്പോൾ അത്തരം കാൽഷ്യം ബ്ലോക്കുകൾ മാറ്റാനുള്ള
ഡ്രില്ലറുകളുണ്ട്, ഡയമണ്ട് ഡ്രില്ലർ, റോട്ടാ അബ്ലേഷൻ എന്നൊക്കെ പറയും നമ്മൾ. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ചെറിയൊരു വയറാണ്, ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഡയമണ്ട് കട്ടറാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ രക്തക്കോയിലൂടെ പോയിക്കൊണ്ട് ഇതിങ്ങനെ ഡ്രില്ലിങ് റൊട്ടേറ്റ് ചെയ്ത് കാൽഷ്യം എല്ലാം പൊടിച്ച് കളഞ്ഞ് എത്ര ഹാർഡ് കാൽഷ്യാനെ പൊടിച്ച് ക്ലീനാക്കി ആൻജിയോപ്ലാസ്റ്റി നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറായി കാണണം. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന കാണാം. ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച ഈ ഒരു വയറാണ് ഇതിങ്ങനെ നമ്മൾ വലുതായി കാണിക്കുക, ഹാർട്ട് കുഞ്ഞതാണ്. ഇത് പോയിട്ട് എല്ലാ കാൽഷ്യം പൊടിച്ച് ഡ്രില്ല് ചെയ്ത് പൊടിച്ച് കളയും. ഈ സമയത്ത് ഹാർട്ട് സേഫായിരിക്കാനും പേഷ്യൻറ്റിന് സ്റ്റേബിളായിരിക്കാനും നമ്മളൊരു വയറിട്ട് വയ്ക്കും, ടെമ്പററി പേസ് മേക്കർ. അങ്ങനെ നമ്മൾ ചെയ്യാറും കോംപ്ലക്സ് കാര്യങ്ങൾ എപ്പോഴും സേഫ് ആയിക്കൊണ്ടാണ് ചെയ്യാൻ കഴിയുക. ഇതാണ് ഒന്നുള്ളത്. വേറെ ഒന്ന് ബൈഫർക്കേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഒരു ജംഗ്ഷണൽ ബ്ലോക്ക്, ഇപ്പോൾ 2 ബ്ലോക്കുകൾ ജംഗ്ഷനിലാണെങ്കിൽ ഒന്ന് നമ്മൾ വികസിപ്പിക്കും, മറ്റേത് ഓട്ടോമാറ്റിക്കലി അടയും അല്ലേ. അതാണ്. അപ്പോൾ അത് അടയാതിരിക്കാൻ വേണ്ടി നമ്മൾ ബലൂൺ നമ്പർ എന്ന് പറയും. ഒരു ബ്ലോക്ക് മാറ്റുമ്പോൾ മറ്റേത് അറിയാൻ വേണ്ടി അവർ ബലൂൺ വെച്ചിട്ട് അത് അടയാതിരിക്കാൻ വേണ്ടി നോക്കും. അതല്ലെങ്കിൽ രണ്ട് സ്റ്റെൻറ്റുകൾ വെച്ചിട്ട് ബൈഫർക്കേഷൻ ടെക്നിക്ക്. ഇതെല്ലാം ആൻജിയോപ്ലാസ്റ്റി തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ഹൈ ലെവൽ ആൻജിയോപ്ലാസ്റ്റിയാണ്. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ഭാഗം, ഹാർട്ടിൻ്റെ മെയിൻ രക്തക്കോയിലുണ്ട്, ലെഫ്റ്റ് മെയിൻ എന്ന് പറയും. അവിടെ നിന്നാണ് ഹാർട്ട് ലെഫ്റ്റ് 2ആയിട്ട് മാറുക. അവിടെ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതും ബൈപ്പാസാണ് പറയാം. അപ്പോൾ അതിന് നമ്മൾ ലെഫ്റ്റ് മെയിൻ ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞിട്ട് വേറെ തന്നെ ഹൈ ലെവലുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം ആക്യുറസിയും പെർഫെക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഐവസ് ക്യാമറകളുണ്ട്, ഐവസ് ഓസിറ്റി എന്ന് പറയും. കുഞ്ഞു വയർ ക്യാമറകൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ബ്ലോക്ക് ഫുള്ളായി മാറിയിട്ടുണ്ടോ, എത്ര സൈസായി, കംപ്ലീറ്റ് നമുക്കറിയാവുന്ന പുതിയ അഡ്വാൻസ് ഇൻസ്ട്രുമെൻറ്റ്സാണ്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബൈപ്പാസിന് പകരമുള്ള ഹാർഡായ ബ്ലോക്കുകൾ, അടഞ്ഞ ബ്ലോക്ക് ആണെങ്കിലും കാൽഷ്യം കൊണ്ട് ബ്ലോക്ക് ആണെങ്കിലും എത്ര കോംപ്ലക്സ് ആണെങ്കിലും അത് നമ്മൾ സാധാ ഓപ്പറേഷൻ ഇല്ലാതെ ആൻജിയോപ്ലാസ്റ്റി വഴിക്ക് പക്ഷേ ഒരു ടൈം ഡെഡിക്കേഷൻ സ്കില്ല് കൊണ്ട് അങ്ങനെ ചെയ്ത് നമ്മൾ ഏതെങ്കിലും 1000 മേലെ കേസുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇതാണ് അല്ലേ, ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ബ്ലോക്കുകൾ പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതിൽ പലപ്പോഴും എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഡോക്ടർ ബൈപ്പാസ് പറഞ്ഞു, പേഷ്യൻ്റ് ബൈപ്പാസിന് ഓക്കെ ആണെങ്കിൽ കൺഫ്യൂഷൻ വരുന്നില്ല. പക്ഷേ ഡോക്ടർ ബൈപ്പാസ് പറഞ്ഞു, ഡോക്ടേഴ്സ് എല്ലാവരും ബൈപ്പാസാണ് പറയുന്നത്, നെഞ്ഞ് തുറന്നിട്ടുള്ള ഓപ്പറേഷന് പേഷ്യൻ്റ് റെഡിയല്ല, അയാൾക്ക് പേടിയാണ്, എന്ത് ചെയ്യും? ആ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു അഡ്വാൻസ്ഡ് ആൻജിയോപ്ലാസ്റ്റി ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് അവർക്ക് ബൈപ്പാസ് ഇല്ലാണ്ട് എന്നാൽ ബൈപ്പാസിനോളം പോലെ ഗുണം കിട്ടുന്ന റിസൾട്ടുള്ള ഒരു പ്രൊസീജിയർ ചെയ്തു കൊടുത്ത് അവർ ആ പ്രയാസത്തിൽ നിന്ന് ഊരിക്കൊടുക്കുന്നത്. അടുത്തൊരു ടെക്നോളജി പറയുന്നത് നമ്മൾ പേസ് മേക്കേഴ്സാണ്. അപ്പം ഹാർട്ടിൻ്റെ മിടിപ്പൊക്കെ കുറഞ്ഞ ആൾക്കാർക്ക് പേസ് മേക്കർ വെക്കുന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിനെ കുറിച്ചാണ് ഡോക്ടർ ഗഗൻ പറഞ്ഞത്. സാധാരണ പേസ് മേക്കർ ഘടിപ്പിക്കുമ്പോൾ അതിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യം ഒരു പേസ് മേക്കറിന് ചെറിയ യന്ത്രം കാണും, അതിന് കൂടുതൽ വയറും കാണും. അപ്പോൾ പേസ് മേക്കർ നമ്മൾ ഈ ഏതെങ്കിലും ഷോൾഡറിൻ്റെ സൈഡിലെ സ്കിന്നിലാണ് ഘടിപ്പിക്കുന്നത്. അതിന് കൂടുതൽ ആ വയർ ഹാർട്ടിൻ്റെലേക്ക് പോകുന്നൊരു ഞരമ്പ് വഴി അതിലേക്ക് ഘടിപ്പിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു മൈനർ സർജറിയാണ്. ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് ഈ പേസ് മേക്കർ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്ന പ്രൊസീജിയറാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് രോഗികളുടെ മുറിവുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട്, വളരെ അപൂർവമായിട്ടാണെങ്കിലും ചെറിയ ഇൻഫെക്ഷൻ സാധ്യതയുണ്ട്. പിന്നെ ആ വയർ എത്തിക്കാനുള്ള എക്സ്ട്രാ എഫർട്ട് അതിന് വരുന്നുണ്ട്. ഈ ഹൃദയമിടിപ്പ് വരുന്ന ഭൂരിഭാഗം രോഗികളും അത്യാവശ്യം നല്ല പ്രായക്കാരാണ്. അപ്പോൾ എല്ലാവരും ഇതേ ഒരു സർജറിക്ക് ചിലപ്പോൾ ഒരു കംഫർട്ടബിൾ ആവണമെന്നില്ല. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് പലതുകൊണ്ടാണ് നമുക്ക് പുതിയ ആയിട്ടുള്ള ലീഡ്ലെസ് പേസ് മേക്കർ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള മൈക്ര എന്ന് പറയുന്നൊരു പേസ് മേക്കറാണ് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് പേസ് മേക്കറാണ് ഈ കാണുന്നത്. അതെ. ഇത് പേസ് മേക്കർ ബാറ്ററിയും അതിൻ്റെ കമ്പ്യൂട്ടറും എല്ലാം അടങ്ങുന്ന ഒരു ഡിവൈസാണ്. ഇതിൻ്റെ അറ്റത്തുനിന്നൊരു ചെറിയൊരു വയർ കാണും, അത് നല്ല നീളത്തുള്ള വയറാണ്, അത് ഹാർട്ടിനകത്ത് എത്തിപ്പെടുന്നത്. അപ്പോൾ 2 ഭാഗമായിട്ട് വരുന്നത്, അതിനാണ് ഈ പ്രൊസീജിയറും വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്യുപ്മെൻറ്റ്സും അതിൻ്റെ ടെക്നോളജി എല്ലാം അടക്കം നമ്മുടെ ഈ പുതിയ പേസ് മേക്കർ, അതായത് ഈ മൈക്ര എന്ന് പറയുന്ന ചെറിയ പേസ് മേക്കർ, രണ്ടും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സൈസ് വെച്ച് തീർച്ചയായിട്ടും മനസ്സിലാവും. നമ്മുടെ ഈ പറയുന്ന ഡിവൈസും അതിൻ്റെ വയറും കൂടി ഉണ്ടാകുന്ന എല്ലാ ടെക്നോളജിയും ഈ പറയുന്ന ചെറിയ ക്യാപ്സ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അതിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട്, ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയാണ്, പ്ലസ് അതിൻ്റെ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ഉണ്ട്, പ്ലസ് അതിൻ്റെ ലീഡും എല്ലാം ഇതിൽ പെടുന്നുണ്ട്. ഇതിൻ്റെ ടെക്നിക്ക് ഇതിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ്. നമ്മുടെ ഡിവൈസ് ആ ചെറിയ പേസ് മേക്കർ കാലിൻ്റെ ഒരു ഞരമ്പ് വഴി ഒരു ട്യൂബ് വഴി നേരെ ഹാർട്ടിലേക്ക് എത്തിക്കണു. പിന്നെ അതിൻ്റെ അറ്റം ഒരു ഹാർട്ടിൻ്റെ അകത്തുള്ള അറക്കകത്ത് കയറി ഘടിപ്പിക്കുന്നതാണ് ഇതിൻ്റെ പ്രൊസീജിയർ ചുരുക്കം. ഇതാണ് നമ്മുടെ ഹാർട്ട്. ഇത് ആ പേസ് മേക്കർ ഘടിപ്പിച്ച് കഴിഞ്ഞ് മാഗ്നിഫൈഡ് വ്യൂ ആണ്. ഇത് അവിടെ തന്നെ ലൈഫിന് അങ്ങോട്ട് കിടന്നോളും. പിന്നെ ഈ മറ്റേ പേസ് മേക്കർ ഇത് സ്കിന്നിൻ്റെ അടിയിലുണ്ടാവും, നമുക്ക് തൊടുമ്പോഴൊക്കെ കാണാം ഈ ടച്ചിങ് അത് കണ്ടോ. ഇത് തൊടാനൊന്നും പറ്റില്ല, മറ്റേത് ഹാർട്ടിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്, വേറെ ശരീരത്തിൽ വേറെ എവിടെയും ഇല്ല. അപ്പോൾ മുറിവില്ല. മുറിവിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ പല ആൾക്കാരും രക്തം കട്ടപിടിക്കാർക്കുള്ള ഗുളിക കഴിക്കുന്നുണ്ടാവും. ഒന്നുകിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാൽവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഗുളിക നിർത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ ശരിക്കുള്ള പേസ് മേക്കർ ആണെങ്കിൽ പ്രയാസമാണ്, ബ്ലീഡിങ് വരും, കാരണം മുറിവുണ്ടാക്കുമ്പോൾ. ഇതാകുമ്പോൾ ബ്ലീഡിംഗ് ഒന്നും വരില്ല,
നമുക്ക് നേരെ വെക്കാം. പിന്നെ ഇൻഫെക്ഷൻ്റെ ചാൻസ് വരുന്നില്ല. ഇതിന്റെ ഇവാലുവേഷൻ എങ്ങനെയാണ്? എല്ലാ പേസ് മേക്കറും ഇപ്പോൾ മറ്റേ പേസ് മേക്കർ ആണെങ്കിൽ തൊലിയുടെ അടിയിലാണ്, അപ്പോൾ നമുക്ക് അതിനെ നേരിട്ട് തൊടാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു എക്യുപ്മെൻറ്റ് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് വെച്ചിട്ട് നമുക്ക് ആ എക്യുപ്മെൻ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ബ്ലൂടൂത്ത് ഒക്കെ ഉപയോഗിക്കില്ലേ, അതേപോലെ ഇതിന്റെ സെപ്പറേറ്റ് ഒരു ബ്ലൂടൂത്ത് പോലത്തെ ഒരു സിസ്റ്റം ഉണ്ട്. മറ്റേ ഇതിന്റെ ബാറ്ററി പോലെ തന്നെ 10 വർഷമാണ് ഇപ്പോഴത്തെ എല്ലാ പേസ് മേക്കറിന്റെ ബാറ്ററി. ഇതിന്റെ ബാറ്ററിയും 10 വർഷമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇതിന്റെ വേർഷൻ വരുന്നത് ഇപ്പോൾ US ഇറങ്ങിയിട്ടുണ്ട്, ഇവിടത്തേക്ക് വരുന്നേ ഉള്ളൂ. 15 വർഷമായി ബാറ്ററി കൂടി, 15 വർഷത്തെ ബാറ്ററി ഇതിൽ കിട്ടുന്നുണ്ട്. ഇനി എന്താണ് നമ്മൾ അടുത്തത് സംസാരിക്കാൻ പോകുന്നത്? ഇനി അടുത്തായിട്ട് പറയാനുള്ളത് നമ്മളൊരു CRT-D എന്ന് പറഞ്ഞ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ഒരു ഡിവൈസിനെ കുറിച്ചാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് രീതിയിലുള്ള അസുഖമാണ്? അത് ഞാൻ പറയാം. പല ആളുകൾക്ക് പല രീതിയിൽ ഹാർട്ടിന് അസുഖമുള്ള ആളുകളുണ്ടാവും, ചില പ്രത്യേക പല കണ്ടീഷൻസ് ഉള്ള ആളുകളുണ്ടാവും. അവർക്കൊക്കെ ചില സമയത്ത് ഹാർട്ട് പെട്ടെന്ന് സ്റ്റക്കായിട്ട് ഹാർട്ട് നിന്ന് പോയിട്ട് മരണം വരെ സംഭവിക്കാവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. നമ്മൾ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ. അതന്നെ കാർഡിയാക് അറസ്റ്റ്. അപ്പോൾ ഇത്തരം ചില ആളുകൾക്കൊക്കെ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആവുക, പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ നമ്മൾ ഡീഫിബ്രിലേഷൻ എന്ന് പറഞ്ഞ മെഷീൻ കൊണ്ട് ഷോക്ക് ചെയ്യേണ്ട, നമ്മൾ സിനിമയിലൊക്കെ കാണും, സിനിമയിൽ വന്നിട്ട് കാണുന്നത് പോലെ. അതാ ഇതാണ് നമ്മൾ കാണുന്നത് എപ്പോഴും. ഒരർത്ഥത്തിൽ അതൊരു നല്ല ഷോക്കാണ് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അത് അത്തരം ഷോക്ക് ചെയ്തിട്ടാണ് പേഷ്യൻറ്റിനെ വീണ്ടും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് പല ആളുകൾക്കും ഒരു റിപ്പീറ്റഡ് സ്റ്റോറി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരുന്നു, ഷോക്ക് ചെയ്യേണ്ടി വരുന്നു, ഇങ്ങനത്തെ ഒരു സാഹചര്യം വരും. അപ്പോൾ അത്തരം ആളുകൾക്കാണ് ഈ ലേറ്റസ്റ്റ് ടെക്നോളജി വന്നിട്ടുള്ളത്. ഇതൊരു ചെറിയ, അപ്പോൾ ആ മെഷീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി, ചെറിയൊരു മെഷീനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ മെഷീനെ ഇത്തരം ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ള ആളുകൾക്ക് നമ്മൾ ഇത്തരം മെഷീനെ സജസ്റ്റ് ചെയ്യും. അവർ ഇതിൽ നേരത്തെ പേസ് മേക്കർ പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ സ്കിന്നിന്റെ താഴെ അത് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ മെഷീന് അവരുടെ ഹാർട്ടിന്റെ റിതവും ഹാർട്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇത് അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അവർക്ക് അവരെ ഹാർട്ടിനെ കുറിച്ച് വെറി ചെയ്യേണ്ട ആവശ്യമില്ല, ഒരിക്കലും ഹൃദയം നിന്ന് പോകാനുള്ളൊരവസ്ഥ ഇല്ല. അപ്പോൾ അവർക്ക് പേഷ്യന്റിന്റെ ഹാർട്ട് നിന്നാൽ നമ്മൾ ഈ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഷോക്ക് കൊടുക്കണ്ട, ഈ മെഷീൻ ചെയ്തുകൊണ്ടിരിക്കും, ഷോക്ക് കൊടുത്ത ആളെ രക്ഷപ്പെടും. അതാണ്. അപ്പോൾ ആ മെഷീൻ ചെയ്യുന്ന അതേ വർക്ക് തന്നെയാണ് ഈ മെഷീനും ചെയ്യുന്നത്. പെട്ടെന്ന് ആളുകളെ ലൈഫ് സേവ് ചെയ്യുക, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. മെഷീൻ തന്നെ അനലൈസ് ചെയ്യുന്നു, പെട്ടെന്ന് ഷോക്ക് ചെയ്യുന്നു, ആളുകൾ ബാക്ക് ടു നോർമൽ ലൈഫ് വരുന്നു. പക്ഷെ ആ മെഷീൻ ഇല്ലാത്ത വേറെ ചില ഗുണങ്ങളും കൂടി ഈ മെഷീനുണ്ട്. ചില ആളുകൾ ഈ പമ്പിങ് കുറയുന്ന അസുഖങ്ങളുണ്ട്, എന്ന് വെച്ചാൽ ഹാർട്ട് പമ്പിങ് കുറഞ്ഞ് വീക്കായിട്ട് ആളുകൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് പമ്പിങ് ഒരു 30-35% താഴെ പമ്പിങ് ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അത്തരം സിറ്റുവേഷനിൽ ഈ CRT-D എന്ന് പറഞ്ഞ മെഷീൻ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പതുക്കെ ഇവരുടെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പതുക്കെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. ഹാർട്ടിന്റെ സ്ട്രക്ചറിൽ അത് ഓട്ടോമാറ്റിക്കലി ചെയ്യും. അത് ആ ഒരു ഫംഗ്ഷനും കൂടി ഈ മെഷീനുണ്ട്, അതിനില്ലാത്ത അതും കൂടിയുണ്ട്. അപ്പോൾ പതുക്കെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ ഈ ഷോക്ക് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനും ഈ ഒരു പമ്പിങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനും കൂടി ഈ മെഷീനുണ്ട്. അതാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ തൊലിൻ്റെ താഴെ വെച്ച് പിടിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്നും 3 വയേഴ്സ് കാണാൻ പറ്റും. ഹാർട്ടിൻ്റെ 3 അറകളിലേക്കായിട്ടാണ് ഈ 3 വയേഴ്സ് ഉള്ളത്. അതിലൊന്ന് ഈ ഷോക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഈ കാണുന്നത്. ബാക്കി 2 വയേഴ്സ് ഹാർട്ടിന്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഹാർട്ടിന്റെ ഉള്ളിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് വരണമെങ്കിൽ ഹാർട്ടിന്റെ 2 ഭിത്തികളും ഒരുമിച്ച് വരണം. ഈ പമ്പിങ് കുറവുള്ള ആൾക്കാർക്ക് പലപ്പോഴും എന്തുണ്ടാവും വെച്ചാൽ ഒരു ഭിത്തി വർക്ക് ചെയ്യുമ്പോൾ മറ്റേ ഭിത്തി അങ്ങോട്ട് പോകും, അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഇങ്ങോട്ടും പോകും, മനസ്സിലായില്ലേ? അപ്പോൾ ഏകദേശം ഒരു ബലൂണിൽ വെള്ളം നിറച്ച് തൂക്കിയിട്ടും വിചാരിക്കാം. എന്നിട്ട് ഇവിടുന്ന് അമർത്തുമ്പോൾ ഇവിടുന്ന് വിട്ടു, ഇവിടുന്ന് അമർത്തുമ്പോൾ ഇവിടുന്ന് വിട്ടു, വെള്ളം പുറത്തേക്ക് വരില്ല. വെള്ളം പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് വേണം? ഇത് രണ്ടും കൂടി ഒരുമിച്ചാൽ വരണം അല്ലേ? അപ്പോൾ ഈ പേസ് മേക്കർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഭിത്തി അങ്ങോട്ടും ഇങ്ങോട്ട് കാണിക്കുന്ന സമയത്ത് 2ലേക്കും ഒരേ സമയം കറണ്ട് കൊടുത്തിട്ട് 2 ഒരേ സമയം കംപ്രസ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? എത്ര പവർ ആണെങ്കിലും ആ പവർ ഒരുമിച്ച് കിട്ടുമ്പോൾ ബ്ലഡ് പുറത്തേക്ക് വരും. അപ്പോൾ അവരെ പമ്പിങ് കൂടും. ഈ ഷോക്ക് അടിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നെങ്ങാനും ഹാർട്ട് സ്റ്റക്കായിട്ട് ആൾ മരണപ്പെടേണ്ട സിറ്റുവേഷനിൽ ആളെ ഷോക്ക് അടിപ്പിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഒരൊറ്റ മെഷീൻ്റെ ഉള്ളിൽ 2 ഫംഗ്ഷൻ നടക്കും. താങ്ക് യു ഡോക്ടർ. എനിക്ക് തോന്നുന്നത് ഈ എപ്പിസോഡ് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അറിവാണ് അല്ലേ? എത്രത്തോളം പുതിയ ചികിത്സാ രീതികളാണ് നമ്മൾ ഈ കേരളത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അറിയാൻ പറ്റിയൊരു എപ്പിസോഡായിട്ട് പ്രേക്ഷകർ ഇതിനെ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.